ഹായ് ഹലോ ഓൾ, വെൽക്കം ടു വരാന്ത റൈസ് മലയാളം. ഞാൻ കാർത്തിക്. നമ്മുടെ ഇന്നത്തെ ജി എസ് സെഷൻ ഇവിടെ സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജി എസ് സെഷൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി വിഷയത്തിലാണ്. അപ്പോൾ കെമിസ്ട്രിയിലെ ഡിസ്കവറീസ് എന്ന ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കവറീസ് കെമിസ്ട്രിയിൽ ഓൾറെഡി നമ്മൾ ഫിസിക്സിലെ മേജർ ഫേമസ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് അതുപോലെ തന്നെ ഡിസ്കവറീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കെമിസ്ട്രി ഫീൽഡിൽ വരുന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് ഡിസ്കവറീസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മുൻ വർഷത്തെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്താണ് റൈസിനെ യുണീക്ക് ആക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. അപ്പോൾ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബേസിക് ക്ലാസ്സസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻസും ഉണ്ടായിരിക്കും. പ്രാക്ടീസ് സെഷൻസ് അഥവാ സർക്കിൾസ്, അത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരേക്കും ഉണ്ടായിരിക്കും. ബേസിക് ലെവലിൽ നമ്മൾ പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ എക്സ്ട്രീം വരുന്ന സമയത്തേക്കും നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ സൂപ്പർ ബാച്ചസ് ഉണ്ട്, എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന മുറയ്ക്കുള്ള ഫോക്കസ് ബാച്ചുകളുണ്ട്, പിന്നെ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്പ് പ്രോഗ്രാംസ്, അതുപോലെ ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റുകൾക്കായിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെഷനൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള പാനൽസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ SSC അതുപോലെ ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ എക്സാം റിലേറ്റഡ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. വില്യം ക്രൂക്സ് വാസ് എ ഫിസിക്കൽ കെമിസ്റ്റ് ഹു ഡിസ്കവേർഡ് ആൻഡ് നെയിംഡ് ദ എലിമെൻറ്റ് ഡാഷ്. അപ്പോൾ താഴെ പറയുന്ന എലിമെൻറ്റുകളിൽ ഏതാണ് വില്യം ക്രൂക്സ് അദ്ദേഹം കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ നെയിം ചെയ്യുകയും ചെയ്തത് ഈ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏത് എലിമെൻ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജെർമേനിയം, ഓപ്ഷൻ ബി ബെറിലിയം, ഓപ്ഷൻ സി പ്ലൂട്ടോണിയം ആൻഡ് ഓപ്ഷൻ ഡി താലിയം. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? വില്യം ക്രൂക്സ്. അപ്പോൾ വില്യം ക്രൂക്സ് അദ്ദേഹം ഒരു ഫിസിക്കൽ കെമിസ്റ്റാണ്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, താലിയം. ഓക്കെ, അപ്പോൾ താലിയമാണ് വില്യം ക്രൂക്സ് ഡിസ്കവർ ചെയ്യുന്ന എലിമെൻറ്റ്. അദ്ദേഹം തന്നെയാണ് നെയിമും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇയർ കൂടി നമുക്കൊന്ന് പഠിക്കാം. 1861 ഈ ഒരു ഡിസ്കവറി വന്നിരിക്കുന്നത്, 1861. ഓക്കെ, അപ്പോൾ ഈ 1861 ഇദ്ദേഹം താലിയം ഡിസ്കവർ ചെയ്യുന്നത് സ്പെക്ട്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബൈ യൂസിങ് സ്പെക്ട്രോസ്കോപ്പ് ഓക്കെ. അപ്പോൾ 1861 ഡിസ്കവറി. തൊട്ടടുത്ത കൊല്ലം തന്നെ 1862 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിയം ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ താലിയം ഐസൊലേറ്റ് ചെയ്യുകയുണ്ടായി. അത് 2 സയൻറ്റിസ്റ്റാണ്. ഒരാൾ വില്യം ക്രൂക്സ് തന്നെയാണ്, മറ്റേ ആൾ ക്ലൗഡി ഓഗസ്റ്റ് ലാമി. ക്ലൗഡി ഓഗസ്റ്റ് ലാമി എന്ന സയൻറ്റിസ്റ്റ്. ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താലിയം ഐസൊലേറ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, സോ താലിയം വാസ് ഐസൊലേറ്റഡ് independently. Okay, independently by Claude Auguste Lamy and William Crookes. ഓക്കെ, അപ്പോൾ ഈ 2 സയൻറ്റിസ്റ്റുമാരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താലിയം ഐസൊലേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ഏത് വർഷം ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1862. ഓക്കെ, അപ്പോൾ 1861 ഡിസ്കവർ ചെയ്യുന്നത് വില്യം ക്രൂക്സ് ആണ്. ഓക്കെ, അതുപോലെ താലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കൂടി നോക്കാം. 81 ആണ് താലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് പഠിക്കാം. റേഡിയോമീറ്റർ. ഓക്കെ, റേഡിയോമീറ്ററും ഡിസ്കവർ ചെയ്യുന്നത് വില്യം ക്രൂക്സ് തന്നെയാണ്. ഓക്കെ,
ഇനി മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ജെർമേനിയം കാണാൻ സാധിക്കും. ഓക്കെ, ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 32 ആണ്. അപ്പോൾ ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലെമൻസ് വിംഗ്ലർ. ക്ലെമൻസ് വിംഗ്ലർ. ഓക്കെ, നമ്മുടെ അടുത്ത ഓപ്ഷനിൽ നമുക്ക് ബെറിലിയം കാണാം. ബെറിലിയം ഓക്കെ, ബെറിലിയം അറ്റോമിക് നമ്പർ വരുന്നത് 4 ആണ്. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേര്, അതായത് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് കൂടി നമുക്ക് നോക്കാം. ലൂയിസ് നിക്കോളാസ് വാക്ലിൻ. ലൂയിസ് നിക്കോളാസ് വാക്ലിൻ ആണ് ബെറിലിയം ഡിസ്കവർ ചെയ്യുന്നത്. ക്ലെമൻസ് വിംഗ്ലറാണ് ജെർമേനിയം ഡിസ്കവർ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ പ്ലൂട്ടോണിയം. പ്ലൂട്ടോണിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 94 ആണ്. ഓക്കെ, പ്ലൂട്ടോണിയം ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 4 സയൻറ്റിസ്റ്റുമാരാണ് വരുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഗ്ലെൻ ടി സീബോർഗ്. ഗ്ലെൻ ടി സീബോർഗ്. അതുപോലെ തന്നെ എഡ്വിൻ മാക്മില്ലൻ. ഓക്കെ, പ്ലൂട്ടോണിയം 94 ആണ് എൻ്റെ അറ്റോമിക് നമ്പർ. സയൻറ്റിസ്റ്റുമാർ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലെൻ ടി സീബോർഗ്, അതുപോലെ തന്നെ എഡ്വിൻ മാക്മില്ലൻ, അതുപോലെ തന്നെ ആർതർ വെയിൽ. ആർതർ വെയിൽ തുടങ്ങിയ സയൻറ്റിസ്റ്റുമാരാണ് ഈ ഒരു എലിമെൻ്റ് ആയിട്ടുള്ള പ്ലൂട്ടോണിയം കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വില്യം ക്രോക്സ് ഡിസ്കവർ ചെയ്ത എലിമെൻറ്റ് ഏതാണെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് താലിയമാണ്. താലിയം 1861 ഇതിൻ്റെ ഡിസ്കവറി. ഐസൊലേറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റായി 2 സയൻറ്റിസ്റ്റുമാരാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്, ക്ലൗഡി ഓഗസ്റ്റ് ലാമി, അതുപോലെ തന്നെ ഡിസ്കവറായിട്ടുള്ള വില്യം ക്രോക്കും 1862 ചെയ്യുന്നത്. ഓക്കെ, അറ്റോമിക് നമ്പർ വന്നിട്ട് 81. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഇൻവെൻഷനും കൂടി നമ്മളിവിടെ കണ്ടായിരുന്നു, റേഡിയോമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ പബ്ലിഷ്ഡ് ദ ബുക്ക് മെത്തേഡ് ഡി നോമൻക്ലേച്ചർ, അതായത് സിസ്റ്റം ഓഫ് കെമിക്കൽ നോമൻക്ലേച്ചർ എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, എലോങ് വിത്ത് ക്ലൗഡി ബെർത്തലൗട്ട് ആൻഡ് അതേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ മോഡേൺ മെത്തേഡ് ഓഫ് നെയിമിംഗ് സബ്സ്റ്റൻസ്, അതായത് സബ്സ്റ്റൻസുകളെ നെയിമിംഗ് ചെയ്യുന്നതിനുള്ള മോഡേൺ മെത്തേഡുകളെ പറ്റി പറയുന്ന ആ ഒരു ബുക്ക്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വരുന്നത് ജേക്കബ് ബെർസീലിയസ്, ഓപ്ഷൻ ബി വരുന്നത് ജോർജ് ബ്രാൻഡ്, ഓപ്ഷൻ സി ആൻറ്റോയിൻ ലവോസിയർ ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വില്യം ഓസ്വാൾഡ്. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ പേര് നോക്കുവാണെങ്കിൽ മെത്തേഡ് ഡി നോമൻക്ലേച്ചർ, അതിൻ്റെ മീനിങ് സിസ്റ്റം ഓഫ് കെമിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആൻറ്റോയിൻ ലവോസിയർ. അപ്പോൾ ആൻറ്റോയിൻ ലവോസിയർ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്ത അദ്ദേഹമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി എന്ന് പറയുന്നത് ഓക്സിജൻ്റെ റോൾ, കമ്പഷൻ റിയാക്ഷനുകളിൽ ഓക്സിജൻ്റെ റോളിനെ പറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, famous for the discovery of the role of oxygen in combustion. ഓക്കെ, മറ്റ് ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ബെർസീലിയസ്, ജേക്കബ് ബെർസീലിയസ്.
ഓക്കെ, ജേക്കബ് ബെർസീലിയസ് അദ്ദേഹം ഡിസ്കവർ ചെയ്ത എലിമെൻറ്റ്സ് ഏതാണെന്ന് കൂടി നമുക്ക് നോക്കാം. സീറിയം, അതുപോലെ തന്നെ സെലിനിയം. അപ്പോൾ സീറിയം, സെലിനിയം ഇത് ഡിസ്കവർ ചെയ്ത ഏത് സയൻറ്റിസ്റ്റ് ആണെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം ജേക്കബ് ബെർസീലിയസ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി ഡിസ്കവർ ചെയ്തു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊലേഷൻ, അല്ലെങ്കിൽ ഹി ഡിസ്കവേർഡ് ഹൗ, എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാം, സിലിക്കണിനെയും തോറിയത്തെയും എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്കവറി ആയിരുന്നു. ഓക്കെ, സോ ഡിസ്കവേർഡ് ദ ഐസൊലേഷൻ. ഓക്കെ, സിലിക്കൺ ആൻഡ് തോറിയം, സിലിക്കണും തോറിയം എങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാമെന്ന് കൂടി അദ്ദേഹം ഡിസ്കവർ ചെയ്തു. അതുപോലെ തന്നെ ഓപ്ഷൻ ബി നോക്കുവാണെങ്കിൽ ജോർജ് ബ്രാൻഡ്. ജോർജ് ബ്രാൻഡ് അദ്ദേഹം ഡിസ്കവർ ചെയ്ത എലിമെൻ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊബാൾട്ട് ആണ്. ഓക്കെ, ഡിസ്കവേർഡ് കൊബാൾട്ട്. കൊബാൾട്ട് ഡിസ്കവർ ചെയ്തു. അതുപോലെ തന്നെ വില്യം ഓസ്വാൾഡ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ് അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽഹെം ഓസ്വാൾഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം റിയാക്ഷനുകളിൽ കാറ്റലിസ്റ്റിൻ്റെ റോളുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ റോൾ എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം ഡിസ്കവർ ചെയ്തത് വില്യം ഓസ്വാൾഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെത്തേഡ് ഡി നോമൻക്ലേച്ചർ എലോങ് വിത്ത് ക്ലൗഡി ബെർത്തലോഡ്. ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് കൂടി നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റോയിൻ ലവോസിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ 1979 ഹു ഷെയർഡ് ദ നോബൽ പ്രൈസ് വിത്ത് George Wittig for their development of the use of boron and phosphorus containing compounds respectively into important reagents in organic synthesis. ഓക്കെ, അതായത് ബോറോണും ഫോസ്ഫറസും. അപ്പം ബോറോണും ഫോസ്ഫറസും അടങ്ങുന്ന കോമ്പൗണ്ടുകളെ ഓർഗാനിക് സിന്തസിസിന് വേണ്ടിയിട്ട്, ഓർഗാനിക് സിന്തസിസ് റിയാക്ഷനുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓർഗാനിക് സിന്തസിസിന് വേണ്ടിയിട്ട് ഉള്ള ഇമ്പോർട്ടൻറ്റ് റിയേജൻറ്റുകളായി യൂസ് ചെയ്യാം എന്ന ആ ഒരു കണ്ടുപിടുത്തം, അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഇയർ കൂടി നോക്കി വയ്ക്കേണ്ടതുണ്ട്. 1979 ആണ്. ഓക്കെ, അപ്പോൾ നോബൽ പ്രൈസ് വിത്ത് ജോർജ് വിറ്റിഗ്. അപ്പോൾ ആരായിരിക്കും ജോർജ് വിറ്റിഗിനോടൊപ്പം തന്നെ ആ ഒരു നോബൽ പ്രൈസ് ഷെയർ ചെയ്തത് ആരായിരിക്കും, ഏത് സയൻറ്റിസ്റ്റ് ആയിരിക്കും? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഹെർബർട്ട് സി ബ്രൗൺ, ഏൺ ടിസിലിയസ്, ഓപ്ഷൻ സി വരുന്നത് ഹെൻറി ടൗബ്, ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് എമിൽ ഫിഷർ. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. അപ്പോൾ നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ജോർജ് വിറ്റിഗിനും അതുപോലെ തന്നെ ഹെർബർട്ട് സി ബ്രൗൺ. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഹെർബർട്ട് സി ബ്രൗൺ 1979 ഈ ഒരു നൊബേൽ പ്രൈസ് അവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോറോണും അതുപോലെ തന്നെ ഫോസ്ഫറസും അടങ്ങുന്ന കോമ്പൗണ്ടുകൾ അവ ഓർഗാനിക് സിന്തസിസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയേജൻറ്റുകളായി യൂസ് ചെയ്യാം എന്നുള്ള ഒരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് വർക്കാണ്.
ഓക്കെ, അപ്പോൾ ഹെർബർട്ട് സി ബ്രൗൺ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ മറ്റ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഏൺ ടിസിലിയസ്, ഓക്കെ, അദ്ദേഹത്തിനും നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രി, അപ്പോൾ ആ നൊബേൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ അനാലിസിസ്. അപ്പോൾ അദ്ദേഹത്തിന് 1948 നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, 1948. ഓക്കെ, അതുപോലെ എമിൽ ഫിഷർ അദ്ദേഹത്തിനും നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. അപ്പോൾ കിട്ടുന്ന വർഷം നോക്കുകയാണെങ്കിൽ 1902. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിഷർ എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, അതുപോലെ ഹെൻറി ടോബ്, ഓക്കെ, അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രി കിട്ടുന്നത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1983 ഇയർ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ മെക്കാനിസം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ റിയാക്ഷനുകളിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തമാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോറോണും അതുപോലെ തന്നെ ഫോസ്ഫറസും അടങ്ങുന്ന കോമ്പൗണ്ടുകൾ ഓർഗാനിക് സിന്തസിസിന് വേണ്ടിയിട്ട് റിയേജൻറ്റുകളായി യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വർക്കിൽ നൊബേൽ പ്രൈസ് ഷെയർ ചെയ്തത് ജോർജ് വിറ്റിഗ് എന്ന സയൻറ്റിസ്റ്റുമായിട്ട് നൊബേൽ പ്രൈസ് ഷെയർ ചെയ്തത് ഏത് സയൻറ്റിസ്റ്റ് ആണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹെർബർട്ട് സി ബ്രൗൺ ആണ്. അപ്പോൾ റിമൈനിങ് മറ്റ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഏൺ ടിസിലിയസ്, അദ്ദേഹം 1948 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കെമിസ്ട്രിയിൽ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ അനാലിസിസ്, മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ അനാലിസിസ് ആൻഡ് ഓൾസോ ഇലക്ട്രോഫോറോസിസ്. അഡ്സോർപ്ഷൻ അനാലിസിസ് ആൻഡ് ഇലക്ട്രോഫോറോസിസ്. അതുപോലെ തന്നെ എമിൽ ഫിഷർ എസ്റ്ററിഫിക്കേഷൻ 1902 അച്ചീവ്മെൻറ്റ്. അതുപോലെ തന്നെ ഹെൻറി ടോബ് മെക്കാനിസം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ റിയാക്ഷൻസ് 1983 ഇയർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ 1893 വിച്ച് സ്വിസ് കെമിസ്റ്റ് വാസ് ദ ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ മോളിക്കുലർ സ്ട്രക്ചേഴ്സ് ഓഫ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ കാർബൺ. അപ്പോൾ ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ പ്രസൻസ് ഇല്ലാത്ത കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അതായത് ഈ ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസുകളെ പറ്റി ആദ്യമായി മനസ്സിലാക്കുന്ന സ്വിസ് കെമിസ്റ്റ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു ഇയർ അദ്ദേഹം പറയുന്നുണ്ട്. ഇയർ ആക്ച്വലി അദ്ദേഹം ഈ ഒരു സ്റ്റഡി നടത്തുന്ന ആ ഒരു ഇയറിനെ പറ്റിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 1893 അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ആൽഫ്രഡ് വെർണർ, ഓപ്ഷൻ ബി വരുന്നത് വില്യം റാംസെ, ഓപ്ഷൻ സി വരുന്നത് ജോർജ് ഡി ഹെവ്സി ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് എൻറിക്കോ ഫെർമി. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഇനോർഗാനിക് സബ്സ്റ്റൻസുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആൽഫ്രഡ് വെർണർ. അപ്പോൾ ആൽഫ്രഡ് വെർണറിനാണ്, അദ്ദേഹമാണ് ഈ ഒരു ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടന്റ് ഇല്ലാത്ത സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ടുകളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റഡി. അപ്പോൾ ആൽഫ്രഡ് വെർണർ ഓക്കെ. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കോർഡിനേഷൻ നമ്പർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ടുകൾക്ക് ഈ ഒരു കോർഡിനേഷൻ നമ്പർ എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന
സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ആൽഫ്രഡ് വെർണറാണ്. അപ്പോൾ അതും ആൽഫ്രഡ് വെർണറിൻ്റെ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കോർഡിനേഷൻ നമ്പർ കോൺസെപ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോംപ്ലക്സ് മോളിക്യൂൾസ്, മെറ്റൽ കോംപ്ലക്സ്, അതായത് ഈ ഒരു ഡി ബ്ലോക്കിലൊക്കെ വരുന്ന എലിമെൻസുകളുടെ ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ്, അവരുടെയൊക്കെ കോംപ്ലക്സ് മെറ്റൽ കോംപ്ലക്സുകളുടെ ഒക്ടാഹീഡ്രൽ സ്ട്രക്ചറുകൾ ഡിസ്കവർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഒക്ടാഹീഡ്രൽ സ്ട്രക്ചറുകളെ പറ്റി പഠിച്ച ഒരു വ്യക്തി കൂടിയാണ് ആൽഫ്രഡ് വെർണർ. ഒക്ടാഹീഡ്രൽ സ്ട്രക്ചേഴ്സ് of transition metal complexes. ഓക്കെ, അതിന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. 1913 നൊബേൽ പ്രൈസ്. 1913. ഓക്കെ, അപ്പോൾ മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്യം റാംസെ. അപ്പോൾ വില്യം റാംസെ അദ്ദേഹം ഡിസ്കവർ ചെയ്ത എലിമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹീലിയം. അതുപോലെ പീരിയോഡിക് ടേബിളിൽ നോബിൾ ഗ്യാസസിന് വേണ്ടിയൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് അതേപ്പറ്റി പറഞ്ഞ സയൻറ്റിസ്റ്റാണ് വില്യം റാംസെ. അതിന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഓപ്ഷൻ സി നോക്കുവാണെങ്കിൽ ജോർജ് ഡി ഹെവ്സി. അദ്ദേഹം ഒരു ഹംഗേറിയൻ റേഡിയോ കെമിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനും നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് റേഡിയോ ട്രേസർ കോൺസെപ്റ്റ്. റേഡിയോ ട്രേസർ കോൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു വർക്കിലാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, വില്യം റാംസെ നമ്മൾ പറഞ്ഞായിരുന്നു ഹീലിയം ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റാണ്. അതുപോലെ തന്നെ ആ പീരിയോഡിക് ടേബിൾ നോബിൾ ഗ്യാസസിൻ്റെ ഒരു പ്ലേസ്മെൻറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അദ്ദേഹം. അപ്പോൾ അതിന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഓക്കെ, ഓക്കെ, അതുപോലെ തന്നെ എൻറിക്കോ ഫെർമി, നമ്മുടെ ഡി ഓപ്ഷനിൽ നിൽക്കുന്നത് എൻറിക്കോ ഫെർമിയാണ്. അപ്പോൾ എൻറിക്കോ ഫെർമി അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കഗ്നിഷൻ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കിടെക്റ്റ് ഓഫ് ന്യൂക്ലിയർ ഏജ്. അപ്പോൾ ആർക്കിടെക്റ്റ് ഓഫ് ന്യൂക്ലിയർ ഏജ് എന്ന ആ ഒരു റെക്കഗ്നിഷൻ ഉള്ള സയൻറ്റിസ്റ്റാണ് എൻറിക്കോ ഫെർമി. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു റെക്കഗ്നിഷൻ കൂടിയുണ്ട്, ആർക്കിടെക്റ്റ് ഓഫ് അറ്റോമിക് ബോംബ്. ആർക്കിടെക്റ്റ് ഓഫ് അറ്റോമിക് ബോംബ് അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് ഓഫ് ന്യൂക്ലിയർ ഏജ് എന്നൊക്കെ അറിയപ്പെടുന്നത് എൻറിക്കോ ഫെർമിയാണ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ന്യൂക്ലിയർ റിയാക്ടർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വേൾഡ്സ് ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ, വേൾഡ്സ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ന്യൂക്ലിയർ റിയാക്ടർ കണ്ടുപിടിക്കുന്ന ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻറിക്കോ ഫെർമിയാണ്. അപ്പോൾ ആ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേര് കൂടി മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഷിക്കാഗോ പൈൽ 1. ചിക്കാഗോ പൈൽ 1 എന്ന് പറയുന്നത് വേൾഡ്സ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ന്യൂക്ലിയർ റിയാക്ടറാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എൻറിക്കോ ഫെർമിയാണ്. ഓക്കെ,
നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു അവഗാഡ്രോ? ഓക്കെ, അവഗാഡ്രോ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, CHSL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു അവഗാഡ്രോ? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് അവഗാഡ്രോ ഡിസ്കവേർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അത് റൈറ്റ് ആണോ എന്ന് നോക്കിയാൽ റൈറ്റ് അല്ല. നമുക്കറിയാം ഇലക്ട്രോൺസ് J.J. തോംസൺ ആണ് ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അവഗാഡ്രോ മെയ്ഡ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഓപ്ഷൻ സി വരുന്നത് അവഗാഡ്രോ ഡിസ്കവേർഡ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അനിമൽ ആൻഡ് പ്ലാന്റ് സെൽസ്. ഓപ്ഷൻ ഡി വരുന്നത് അവഗാഡ്രോ മെയ്ഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അവഗാഡ്രോ മെയ്ഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ നമുക്കറിയാം അവഗാഡ്രോസ് ലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലോയിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ amount of gas under the same condition of temperature and pressure containing equal number of particles എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അവഗാഡ്രോ മെയ്ഡ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അവഗാഡ്രോയെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അവഗാഡ്രോ നമ്പർ കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ തന്നെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്നുള്ള ഓൾറെഡി ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കവറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇനിയും അപ്കമിങ് എക്സാംസിന് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സെഷൻ, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നല്ല ടോപ്പിക്കുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.